അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായിട്ടുള്ള അനുഗ്രഹത്താൽ ഒരു റമദാൻ കൂടെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു ചൈതന്യത്തോടു കൂടെ ആ റമദാനിലുടനീളം ആ കർമ്മങ്ങൾ അവസാനം വരെ അത് നിലനിർത്താനും അതുവഴി ആ വമ്പിച്ച പ്രതിഫലവും അതേപോലെ തന്നെ പാപമോചനെല്ലാം നേടിയെടുക്കാൻ അള്ളാഹു നമ്മളെ എവരെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നോമ്പിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. അസോമുലി വ അന അജ്സീബി, നോമ്പ് അത് എനിക്കുള്ളതാണ്. മറ്റൊരു കർമ്മത്തെ സംബന്ധിച്ചും ആ രൂപത്തിൽ അള്ളാഹു പറയുന്നില്ല. നോമ്പിനെ സംബന്ധിച്ച് മാത്രം അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നോമ്പുകാരൻ്റെ വായിൽ നിന്നും വരുന്ന ആ ഒരു ഗന്ധം പോലും അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെയ്യുന്ന ആ ത്യാഗം, അതിന് അള്ളാഹു നൽകുന്ന ആ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം, അതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിലുടനീളം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഏറ്റവും വലിയ ലക്ഷ്യം പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിൻ്റെ ആ ഒരു എൻഡ് പ്രോഡക്റ്റ്, അതിൻ്റെ ഫ്രൂട്ടിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആ തഖ്വയാകുന്ന ആ ഫലം, ആ ഫ്രൂട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസത്തിലുടനീളം നമ്മൾ ആ നോമ്പ് പരിശീലിക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, നിരവധി ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 8 എണ്ണം അതിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ അതിൻ്റെ ലക്ഷ്യം, നോമ്പ് നമ്മളെ ആത്മനിയന്ത്രണം, നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു പരിശീലന കളരിയാണ് ഒരു മാസത്തോളം നമ്മൾ ആ നോമ്പിലൂടെ നേടിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ളത് അത് നമ്മളോട് തന്നെ നടത്തേണ്ടതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അതുമായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ള ഒരു സംഘട്ടനം, ആ ജിഹാദുൻ നഫ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ. യഥാർത്ഥ പോരാളി അത് അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി സ്വന്തത്തോട് നഫ്സുമായിട്ട് പോരാടുന്നവനാണ്, മല്ലിടുന്നവനാണ്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശക്തൻ. അത് യുദ്ധക്കളത്തിൽ ധീരമായി ശത്രുവിനോട് പടവെട്ടുന്നവനല്ല, അല്ലെങ്കിൽ ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല, മറിച്ച് റസൂലുള്ളാഹി അവിടെ പറയുന്നത് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കുന്നവനാണ്. അവനെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും കരുത്തനെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന് മറ്റേതിനേക്കാളും കൂടുതൽ ശക്തി വേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പ് വഴി നമ്മൾ പരിശീലിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ച് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മറ്റൊരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിച്ചാൽ, നിങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇനി സ്വായിം, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. അവിടെ ആ സെൽഫ് റിസ്ട്രെയിൻ, നിങ്ങൾ ആത്മനിയന്ത്രണം നടത്തുകയാണ്. ഇനി അതിന് ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ, ബുഖാരി കടന്നു വരുന്നൊരു ഹദീസിൽ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയൊന്നും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, നിങ്ങൾ ഭക്ഷണവും പാനീയമെല്ലാം ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ല എന്നുള്ളത്, അത് വേസ്റ്റാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അവിടെയെല്ലാം ആ ആത്മനിയന്ത്രണത്തിനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പോൾ അവിടെ ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് വാക്കുകളിൽ, അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലാ വികാര വിചാരങ്ങളെയും അടക്കി നിർത്താനുള്ള പരിശീലനമാണ്. ചിന്തിച്ചു നോക്കും, ഇപ്പോൾ നോമ്പിന് പുറത്ത് ഹലാലാക്കിയ കാര്യങ്ങൾ വരെ ആ നോമ്പ് സമയത്ത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. സ്വന്തം ഭാര്യമാരുമായിട്ട് ശയിക്കുന്നത്, അത്തരത്തിലുള്ള താല്പര്യം അള്ളാഹു സഹജമായിട്ട്, മനുഷ്യ സഹജമായിട്ട് നൽകിയതാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, സൂറത്തുൽ ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നുണ്ട്. താല്പര്യം തീർച്ചയായിട്ടും തോന്നും, വലഖദ് ഹമ്മത് ബി വഹമ്മ ബിഹ. എന്നിട്ട് ആ താല്പര്യം ഉണ്ടായിരിക്കുക ഒരാൾ സ്വയം നിയന്ത്രിക്കുന്ന സമയത്ത് അവിടെയാണ് ആ ഫോഴ്സ്, അല്ലെങ്കിൽ അയാൾ അതിന് ത്യാഗം ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എന്ത് ത്യാഗമാണ്? ഇപ്പോൾ ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാൾ 5 വർഷം ജയിലിൽ കിടന്ന്, എന്നിട്ട് അയാൾ ജയിലിന് പുറത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 5 വർഷം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം അതിനുള്ള സാഹചര്യം അയാൾക്കില്ല. അപ്പോൾ സാഹചര്യം, അല്ലെങ്കിൽ ആ ഫോഴ്സ് ഉണ്ടായിരിക്കുക അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ആ ത്യാഗം വരുന്നത്. അപ്പോൾ അവിടെ പറയാറുണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന താല്പര്യം, ഫണ്ടമെൻ്റൽ നീഡ് എന്നുള്ളത് അത് ഭക്ഷണവും വെള്ളവുമാണ്. അതില്ലാതെ അവന് നിലനിൽക്കാൻ സാധ്യമല്ല. അതേസമയം
ഏറ്റവും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഡിസയർ എന്നുള്ളത് സെക്ഷൽ ഡിസയറാണ്. അത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അള്ളാഹു ഭക്ഷണം ഹറാമായിട്ടുള്ള ഭക്ഷണം വിളമ്പുന്ന ഒരു സദസ്സ് നമുക്ക് പങ്കിടാം. അപ്പോൾ ഏതെങ്കിലും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളുടെ വിവാഹ സൽക്കാരത്തിലെല്ലാം പങ്കെടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഹറാമായിട്ടുള്ള ഭക്ഷണം ഉണ്ടെങ്കിലും നമുക്ക് ഹലാല് കഴിച്ച ആ സദസ്സ് നമുക്ക് പങ്കിടാം. അതേസമയം വ്യഭിചാരത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ സമയത്ത് ലാ തഖറബുസിന, നിങ്ങൾ ആ പരിസരത്തേക്ക് പോലും നിങ്ങൾ പോകരുത് എന്നുള്ളത്. കാരണം ആ പരിസരത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ പിന്നെ അതൊരു സ്ലിപ്പറി സ്ലോപ്പാണ്. നിങ്ങളെ പിശാചിന് എളുപ്പത്തിൽ അതിൻ്റെ ആ സെൻറ്ററിലേക്ക് വലിച്ചിടാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അതിനോട് അടുത്ത് പോകരുതെന്നാണ് അള്ളാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഡിസയറാണ്. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ അങ്ങേയറ്റം മല്ലിടേണ്ടതുണ്ട്. അതിനുള്ളൊരു പരിശീലനം കൂടെയാണ് റമദാൻ വഴി ലഭിക്കുന്നത്. അതേപോലെ ഇവിടെ സാന്ദർഭികമായിട്ട് ഓർക്കുന്ന മറ്റൊരു ഹദീസ്, ഇപ്പോൾ സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കടന്നു വരുന്നൊരു ഹദീസിൽ റസൂൽ യുവാക്കളോട് പറയുന്നുണ്ട്, യാ മഅ്ശറ ശബാബ് മനിസ്തതഅ മിൻകുമുൽ ബാ ഫലിയതസവ്വജ്. നിങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വിവാഹം കഴിക്കുക. കാരണം നിങ്ങളെ തെറ്റായിട്ടുള്ള ചിന്തകളെ, നോട്ടങ്ങളെ, വികാര വിചാരങ്ങളെ എല്ലാം കടിഞ്ഞാനിടാൻ ആ വിവാഹം നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ആ ഹദീസിൻ്റെ തുടർച്ചയിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, വമല്ല യസ്തതിഫ് അലൈഹി ബിസ്സൗം. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും റസൂലുള്ളാഹി നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ആ നോമ്പ് വഴി അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിനുള്ള ഒരു പരിശീലനം ആ നോമ്പ് നൽകുക എന്നുള്ളതാണ്. അസ്സൗമു ജുന്ന, റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ അതൊരു പരിചയമാണെന്നെല്ലാം റസൂലുള്ളാഹി നോമ്പിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരാൾ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്ന സമയത്ത്, അതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നാസിആത്തിൻ്റെ 40-ാമത്തെ വചനത്തിൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹനെ ഭയന്ന് ആ സ്വന്തം നഫ്സിനെ ആ തെറ്റിൽ നിന്നും ഒരാൾ തടഞ്ഞു വെച്ചാൽ അയാൾക്കുള്ള പ്രതിഫലം ഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അവർക്ക് ആ സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷവാർത്ത അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മളെ തന്നെ പോളിഷ് ചെയ്ത് നമ്മുടെ ഒരു ബെസ്റ്റ് വെർഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നോമ്പ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ ചോദ്യം, നോമ്പിനകത്ത് നിൻ്റെ ഹലാലായിട്ടുള്ള താല്പര്യങ്ങൾ വരെ അള്ളാൻ്റെ മാർഗത്തിൽ നിനക്ക് ത്യജിക്കാൻ സാധിക്കുമെങ്കിൽ നോമ്പിന് ശേഷം ആ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നിനക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ നോമ്പിന് നീ ഭയപ്പെട്ട അല്ലെങ്കിൽ നിന്നെ നിരീക്ഷിച്ച അതേ അള്ളാഹുവാണ് നോമ്പിന് ശേഷവും അവിടെ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരവധി ഹലാലായിട്ടുള്ള കാര്യങ്ങൾ പോലും, ഇപ്പോൾ ചില ആളുകൾ അഡിക്ഷനായിട്ട് ചായ അല്ലെങ്കിൽ കോഫി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് ചിന്തിച്ചതുപോലും നിസ്സാരമായിട്ട് അവർ നോമ്പിന് ഉപേക്ഷിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പോലും ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചില തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ത്യജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആ നോമ്പ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. അവിടെ ആത്മനിയന്ത്രണത്തിനുള്ള ആ പരിശീലനമാണ് അവിടെ ആ ഒരു മാസകാലഘട്ടത്തുടനീളം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായിട്ട് അതിൻ്റെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത് ആ സ്വതക്കയാണ്, ദാനധർമ്മങ്ങളാണ്. റമദാൻ ആ ദാനധർമ്മങ്ങളുടെ മാസമാണ്. ഒരാളുടെ അകത്തുള്ള ഈമാനുള്ള പ്രൂഫ്, അതിനുള്ള സാക്ഷ്യമാണ് ആ പുറത്തയാൾ നൽകുന്ന ആ സ്വതക്ക. ആ സുദ്ദീഖ് എന്നുള്ള പദമെല്ലാം നമുക്കറിയാം, സത്യപ്പെടുത്തലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔജദന്നാസ്, ജനങ്ങളുടെ ഏറ്റവും ഉദാരശീലനായിരുന്ന വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിൻ്റെ ആ ദാനശീലം ഏറ്റവും പ്രകടമാവുക അത് റമദാൻ മാസത്തിലാണ് എന്നുള്ളതാണ്. കാറ്റിനേക്കാൾ വേഗത്തിലെന്ന് അദ്ദേഹം ഹദീസിൽ പറയുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലത്തേക്കും എത്തുമാറ് ഒരാളെയും ഒഴിവാക്കാത്ത വിധം ആ ദാനശീല കാറ്റടിച്ച് വീശുന്നത് പോലെ റസൂലുള്ളാഹി റമദാൻ മാസത്തിലെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, മറ്റുള്ള ആളുകൾക്ക് നൽകുക മാത്രമല്ല, മറ്റുള്ള ആളുകളുടെ പ്രയാസങ്ങളും പട്ടിണിയെല്ലാം അത് അനുഭവിച്ചറിയാനുള്ള ഒരു സമയം കൂടെയാണ് റമദാൻ. ആ എമ്പതി എന്നുള്ള ആ വലിയ ക്വാളിറ്റി, സഹാനുഭൂതി, അതായത് മറ്റുള്ള ആളുകളുടെ വേദന അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം കൂടെയാണ്. അപ്പം അതും റമദാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റിയാണ് എമ്പതി, സഹാനുഭൂതി എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം കേൾക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് നേരിട്ട് കാണുന്ന സമയത്ത്. അപ്പം അതുകൊണ്ടാണ് ആ ലോകം മുഴുവൻ ആ ഗസയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം അലയടിക്കാനുള്ള കാരണം സിയോണിസ്റ്റ് നീചന്മാർ അവർ പറയുന്നത് മാത്രമായിരുന്നു കേട്ടത്, പക്ഷേ ഗസ അനുഭവിക്കുന്നത് നേരിട്ട് അവർ കാണുമായിരുന്നു. അപ്പോൾ അവിടെയും എമ്പതി എന്നുള്ള ഒരു ക്വാളിറ്റി. ഇവിടെ അടുത്ത കാലത്ത് ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹം പങ്കുവച്ച ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണം, അദ്ദേഹം പറയുന്നുണ്ട്, 1970-കളിൽ അമേരിക്ക വിയറ്റ്നാം യുദ്ധം നടത്തിയ സമയത്ത് അവിടെ നാപ്പാം ബോംബല്ലാട്ട് നിരവധി കുഞ്ഞുങ്ങളെല്ലാം വധിച്ച് ആ യുദ്ധത്തിൻ്റെ ഭീകരത, ഒരു കുഞ്ഞ് വിവസ്ത്രയായിട്ട് ഭയന്നോടുന്ന, കരഞ്ഞ് നിലവിളിച്ചോടുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രം അത് ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. ആ ചിത്രത്തിലൂടെ ആ യുദ്ധഭീകരത അത് തുറന്നു കാണിച്ച് ലോകത്തിൻ്റെ മനസാക്ഷി ഉണരാണ്. ലോകത്തുടനീളം
അമേരിക്കക്കകത്ത് തന്നെ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായിട്ട് വരികയാണ്. അവസാനം ആ യുദ്ധം നിർത്താൻ അവർ നിർബന്ധിതരാണ്. ആ ഒരു ചിത്രം അതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കുക, അന്ന് സോഷ്യൽ മീഡിയ പോലും ഇല്ല. ഈ ഒരു ചിത്രം കാരണം ലോകം മുഴുവൻ പ്രതിഷേധം ഉണരാണ്. ഈ ഒരു ചിത്രത്തിന് പിന്നീട് അവാർഡെല്ലാം ലഭിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ന് ചിത്രമല്ല, മറിച്ച് നിരന്തരം ആ ഗസയിൽ നിന്നും ആ വീഡിയോകൾ അതിനിഷ്ഠൂരമായിട്ട് സിയോണിസ്റ്റ് നീചന്മാർ ആ കുഞ്ഞുങ്ങളെ വധിക്കുന്ന വീഡിയോകൾ നിരന്തരം നമ്മൾ കണ്ടിട്ടും ആ ലോകത്തിൻ്റെ മനസാക്ഷി എവിടെ, അല്ലെങ്കിൽ ആ ആത്മരോഷം എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ എമ്പതി എന്നുള്ള ക്വാളിറ്റി അത് പഴയതിനേക്കാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം കേൾക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് നേരിട്ട് കാണുന്ന സമയത്ത്, നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയ ഇമ്പാക്റ്റാണ് അത് അനുഭവിച്ചറിയുന്ന സമയത്ത്. യഥാർത്ഥത്തിൽ ആ റമദാൻ അല്ലെങ്കിൽ ആ നോമ്പ് വഴി നമ്മൾ പരിശീലിക്കുന്നത് മറ്റുള്ള ആളുകളുടെ ആ പട്ടിണിയും അതേപോലെ തന്നെ വിശപ്പെല്ലാം അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ആ റമദാൻ നമുക്ക് നൽകുന്നത്. അപ്പോൾ പട്ടിണി അനുഭവിച്ച് മറ്റുള്ള ആളുകളുടെ ആ പ്രയാസങ്ങൾ അറിയുക വഴി അവർക്ക് നൽകാനുള്ള ഒരു പ്രചോദനം കൂടെയാണ് ഈ ഒരു മാസം നമുക്ക് നൽകുന്നത്. ഇനി മൂന്നാമത്തെ അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് ഖുർആൻ പാരായണമാണ്. ഇത് ആദ്യം പറയേണ്ടതാണ്. കാരണം ഇപ്പോൾ പരിശുദ്ധ ആ ഖുർആനിൽ റമദാനെ സംബന്ധിച്ച് പറയുന്ന ഒരായത്ത് മാത്രമാണ്. സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ വചനം. അതിൽ ആ റമദാനെ, ഷഹ്റു റമദാനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അള്ളാഹു ആദ്യമായിട്ട് പറഞ്ഞത് ആ നോമ്പോ അല്ലെങ്കിൽ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചൊന്നുമല്ല, മറിച്ച് റമദാൻ പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ഖുർആനായിട്ടാണ് റമദാനെ കണക്ട് ചെയ്യുന്നത്. ആ ഖുർആൻ അവതരിച്ച മാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം ബലപ്പെടുത്താനുള്ളൊരു മാസം കൂടിയാണ് റമദാൻ എന്നുള്ളത്. ഇതന്നെ ഒരു വിഷയമായിട്ട് പറയേണ്ടതാണ്. നേരത്തെ ഖുർആനിൻ്റെ മാസം എന്നുള്ള പേരിൽ ഒരു പ്രഭാഷണം നടത്തിയത് ഓർക്കുന്നുണ്ട്. ആ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും റമദാനിൽ ഉണ്ടാകരുത് എന്നുള്ളത്. മാക്സിമം ആ പാരായണം അധികരിപ്പിക്കുക. റസൂലുള്ള അതിൻ്റെ പ്രതിഫലം ഓരോ അക്ഷരത്തിനും 10 എന്നുള്ള തോതിൽ അത് റമദാനിലാകുന്ന സമയത്ത് ഇരട്ടിയായിട്ട് ആ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഖുർആൻ പാരായണം പതിവിലേറെ കഴിയുന്നത്ര നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സ്വഹീഹ് ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ ഓരോ രാത്രിയും വന്ന് റസൂലുള്ളാഹിൻ്റെ ഹിഫ്ള് ആ ഖുർആൻ പരിശോധിക്കുമായിരുന്നു എന്നുള്ളത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ആ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കും. റസൂലുള്ള വഫാത്താകുന്ന അവസാനത്തെ റമദാനിൽ അത് 2 തവണ പരിശോധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുന്നുണ്ട്, ഈ തവണ 2 തവണ പരിശോധിച്ചു, അതുകൊണ്ട് തന്നെ അടുത്ത വർഷം റമദാനിൽ ഞാൻ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് റസൂലുള്ള ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഖത്തം ഖുർആൻ മുഴുവനായിട്ട് ഓതി തീർക്കുക. അത് ചില ആളുകൾ ഒന്നിലധികം തവണ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിയുന്നത്ര നമ്മൾ എത്രയാണോ കഴിയുന്നത് അത് ദിനേന നിരന്തരം അത് ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും ഒരു നിശ്ചിത അളവിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കുക എന്നുള്ള ആ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് പുതുക്കുക. അത് റമദാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇനി അടുത്ത 4-മത്തെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത് നമുക്കിടയിലുള്ള ആ സാഹോദര്യങ്ങൾ, ആ ബ്രദർഹുഡ്, ആ ബന്ധങ്ങൾ പുതുക്കാനുള്ള അല്ലെങ്കിൽ ഊട്ടിയുറപ്പിക്കാനുള്ള അവസരം കൂടെയാണ് റമദാൻ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മൾ തറാവീഹ് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ പ്രധാനമായിട്ട് സക്കാത്തും സ്വതക്കയെല്ലാം കുടുംബത്തിൽ അർഹരായിട്ടുള്ള ആളുകളെ നമ്മൾ തേടിയെത്തി അത് കൊടുക്കുക വഴി, അതല്ലെങ്കിൽ ഇഫ്താർ സംഗമങ്ങൾ, ഇതേ രൂപത്തിലുള്ള നിരവധി കാര്യങ്ങൾ അതുവഴി ആ സാഹോദര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. അതിനാണ് ഇപ്പോൾ റമദാൻ്റെ അവസാനത്തിൽ ഫിത്ർ സക്കാത്തും അതേപോലെ തന്നെ ഈദ്ഗാഹും അതിൻ്റെ എല്ലാം ഒരു ലക്ഷ്യം അതാണ്. ഇവിടെ അതിൻ്റെ ഒരു മറുവശം അതിനെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സാഹോദര്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം ആ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിള്ളലുകൾ അത് ഫിക്സ് ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് റമദാൻ എന്നുള്ളത്. ഇപ്പോൾ പാപമോചനത്തിൻ്റെ മാസം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ആ പാപമോചനം നൽകുന്ന സമയത്താണ് അല്ല ഗഫൂറായിട്ടുള്ള അള്ളാഹു നമുക്ക് പാപമോചനം നൽകുക. അപ്പോൾ സൂറത്ത് നൂറിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട് ബന്ധപ്പെട്ട ആ സംഭവം, മിസ്തഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകളെ സംബന്ധിച്ചുള്ള അപവാദ പ്രചാരണത്തിൽ അബദ്ധത്തിൽ അതിലകപ്പെട്ട സമയത്ത് ഇനി അദ്ദേഹത്തിന് ചെലവിന് നൽകില്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സമയത്ത് വലിയ അഫു വലിയ അസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുക, അവരോട് പുറത്തു കൊടുക്കുക. കാരണം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം മറ്റുള്ള ആളുകളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്ന സമയത്ത് അള്ളാഹു അതേ വിട്ടുവീഴ്ച നമുക്ക് നൽകുക എന്നുള്ളതാണ്. ഈ ഒരു ബോധത്തോടു കൂടെ അത് ഈ റമദാൻ മാസത്തിൽ അത്തരത്തിൽ ബന്ധത്തിൽ വന്ന വിള്ളലുകൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഉദ്ധരണി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത അനുചരനാണ്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ പോയിൻ്റായിട്ട് നമ്മൾ ആ റമദാനും ഖുർആനുമായിട്ടുള്ള ബന്ധം പറഞ്ഞു. റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ ആ ഖുർആനുമായിട്ട് അങ്ങേയറ്റം അടുത്ത ബന്ധം പുലർത്തിയ 70ഓളം സൂറത്തുകൾ റസൂലുള്ളാഹിൽ നിന്ന് നേരിട്ട് കേട്ടുപഠിച്ച, അല്ലെങ്കിൽ ഖുർആൻ്റെ ഫളായിലുകൾ മഹത്വങ്ങളെല്ലാം അധികവും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അത് മാത്രമല്ല ആദ്യമായിട്ട്
ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് ആ ഖുർആൻ പാരായണം ചെയ്യാൻ ധൈര്യം കാണിച്ച അദ്ദേഹം സൂറത്ത് റഹ്മാൻ ആ കഅബയുടെ പരിസരത്ത് പോയി പാരായണം ചെയ്തു. അതിൻ്റെ പേരിൽ നിരവധി മർദ്ദനല്ല അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അത്രയേറെ ഖുർആനായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, കൈഫ കുൻതും തസ്തഖ്ബിലൂന റമദാൻ, നിങ്ങൾ ഏത് രൂപത്തിലായിരുന്നു ആ റമദാനെ നിങ്ങൾ സ്വീകരിച്ചത്, വരവേറ്റത്? അപ്പം അദ്ദേഹം മറുപടിയായിട്ട് പറയാണ്, ഇത്രയേറെ ഖുർആനായിട്ടെല്ലാം ബന്ധമുള്ള ആ സ്വഹാബി മറുപടി നൽകുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോട് ഒരു അണുമണി തൂക്കം, ഖൽബിഹി മിസ്കാല ദറത്തിൻ ഹഖ്ദിൻ അല അഖിഹി മുസ്ലിം, ഒരു അണുമണി തൂക്കം വൈരാഗ്യമോ പകയോ മനസ്സിൽ വെച്ചുകൊണ്ട് ആ റമദാൻ്റെ ഹിലാലിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ റമദാനെ വരവേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ ഹൃദയമെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പകയും വൈരാഗ്യം അതെല്ലാം നീക്കി വേണം ആ മാസത്തിലേക്ക് കടക്കാൻ എന്നുള്ള വലിയ പാടാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ശുദ്ധമായിട്ടുള്ളൊരു പാല് ഒരു പാത്രത്തിലേക്ക് നിറക്കണമെങ്കിൽ ആദ്യം ആ പാത്രം കഴുകേണ്ടതുണ്ട്, അതിലുള്ള അഴുക്ക് നമ്മൾ കളയേണ്ടതുണ്ട്. സമാനമായിട്ട് റമദാൻ ഖുർആൻ്റെ മാസമാണെന്ന് പറഞ്ഞു, ആ ഖുർആൻ ഹൃദയത്തിലേക്ക് അതിൻ്റെ എഫക്റ്റ് നമുക്ക് വരണമെങ്കിൽ ഹൃദയത്തിലുള്ള ഇത്തരം അഴുക്കുകൾ നമ്മൾ കഴുകി കളയേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരം കൂടെയാണ് ആ റമദാൻ മാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് അടുത്ത 5-ാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത് ആ തറാവീഹ് നമസ്കാരമാണ്. പലപ്പോഴും റമദാൻ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ പലരുടെയും മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ തറാവീഹ് നമസ്കാരമായിരിക്കും. അപ്പോൾ തറാവീഹ് എന്നുള്ളത് അത് രാത്രി നമസ്കാരം എന്നുള്ളത് നോമ്പിന് മാത്രമായിട്ടുള്ളതല്ല, മറിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ കഴിയെങ്കിൽ ദിനേന നിർവഹിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ റമദാനിൽ പ്രത്യേകമായിട്ട് പള്ളിയിൽ ജമാഅത്തായിട്ടെല്ലാം നമ്മളത് അനുഷ്ഠിക്കുകയാണ്. റമദാനിൽ പ്രത്യേകമായിട്ട് അതിന് പ്രതിഫലമുണ്ട്. അത് കഴിയെങ്കിൽ അത് ഒഴിവാക്കാതെ ദിനേന നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള ഹദീസിൽ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടതാണ്. മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും വിശ്വാസത്തോടുകൂടെ പ്രതിഫലേച്ഛയോടുകൂടെ അയാൾ നമസ്കരിക്കുകയാണെങ്കിൽ, ഈ തറാവീഹ് നമസ്കാരത്തെ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, അയാളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് പള്ളിയിൽ വെച്ച് നിർവഹിക്കുക. കഴിയെങ്കിൽ ഒരു ഭാഗം ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ സമയം, അത്താഴത്തിന് തൊട്ടു മുമ്പെല്ലാം എഴുന്നേറ്റ് ആ സമയത്ത് നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും വീഴ്ച വരുത്താതെ റമദാനിലുടനീളം നിർവഹിക്കാൻ വേണ്ടി പറയുന്ന ഞാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചര്യ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി ആ വർഷത്തിലുടനീളം രാത്രി നമസ്കരിച്ചിരുന്നു. ആ നമസ്കാരത്തോടൊപ്പം റസൂലുള്ളാഹി ഉറങ്ങുകയും ചെയ്യും. അതിലൊരു എക്സെപ്ഷൻ കാണുന്നത് റമദാൻ മാസത്തിൽ മാത്രമാണ്. റമദാൻ്റെ അവസാനത്തെ 10 സമ്പൂർണ്ണമായിട്ട് ഉറക്കം ഉപേക്ഷിച്ച് റസൂലുള്ളാഹി ആ നമസ്കാരത്തിൽ മുഴുകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള സുന്നത്താണ് റമദാനിൽ നിർവഹിക്കേണ്ട രാത്രി നമസ്കാരം. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ 6-ാമത്തെ ഒരു ലക്ഷ്യം, 6-ാമത്തെ ഒരു പോയിൻ്റായിട്ട് വരുന്നത് പള്ളികളായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം അത് പുതുക്കുക അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം കൂടെയാണ് റമദാൻ എന്നുള്ളത്. മാഷാ അല്ലാഹ് നമ്മുടെ പള്ളികളെല്ലാം പുറത്തുള്ള മറ്റുള്ള മാസങ്ങളേക്കാൾ റമദാനിൽ സജീവമായിരിക്കും. എല്ലാ വക്തും 5 വക്ത് നമസ്കാരവും ഇമാമിൻ്റെ കീഴിൽ പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പള്ളിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മരണാനന്തര ജീവിതത്തിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7-ൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ഫിൽ മസാജിദ്, ഹൃദയത്തെ ആ പള്ളിയുമായി ബന്ധിപ്പിച്ച ആളുകളാണ്. അപ്പം അതിൽ വീഴ്ച വരുത്താതെ പ്രത്യേകിച്ച് ഫജ്റും ഇശാ ഈ 2 നമസ്കാരങ്ങൾ അത് പ്രത്യേകമായിട്ട് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെ അടിവരയിടേണ്ട ഒരു കാര്യം, നമ്മൾ തറാവീഹ് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജമാഅത്തായിട്ട് ഇശാ നമസ്കാരം അവിടെ നിർവഹിക്കുന്നത്. കാരണം ഇശാ ഫർളായിട്ടുള്ള നമസ്കാരമാണ്. അപ്പോൾ പലപ്പോഴും ചില ആളുകൾ ആ ഇശാ മിസ്സാക്കും, തറാവീഹിന് അവിടെ എത്തും. ആ രൂപത്തിലല്ല, മറിച്ച് ആ ഇശാ നമസ്കാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതേപോലെ തന്നെ രാത്രി നമസ്കാരത്തേക്കാൾ പ്രാധാന്യമാണ് ഫജ്ർ ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നത്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പള്ളിയായിട്ടുള്ള ബന്ധം അത് ശക്തിപ്പെടുത്താൻ ഈ ഒരു മാസം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 7-ാമതായിട്ട് നമ്മുടെ ആ പ്രാർത്ഥനകൾ അതേപോലെ തന്നെ ദിക്റുകൾ അദ്കാറുകൾ അതെല്ലാം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞു, ഖുർആനിൽ റമദാനെ സംബന്ധിച്ച് പറയുന്നത് ഒരേ ഒരു ആയത്തിലാണ്, സൂറത്തുൽ ബഖറയിൽ. ആ റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പിന്നീട് പറയുന്ന കാര്യം ആ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ്. 186-ാമത്തെ വചനത്തിൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതിനെ സംബന്ധിച്ചാണ് ഉടനെ തന്നെ അല്ലാഹു പറയുന്നത്. ആ റമദാനായിട്ട് അല്ലാഹു ലിങ്ക് ചെയ്യുന്നത് ആ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ മാസം കൂടെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നിരവധി വളരെ ശ്രേഷ്ഠമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്
നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. അതേപോലെ തന്നെ രാത്രി നമസ്കാരം, ലൈലത്തുൽ ഖദ്ർ, ഇതേ രൂപത്തിലുള്ള നിരവധി അമൂല്യമായിട്ടുള്ള അവസരങ്ങൾ ആ റമദാനിൽ നമ്മളിൽ വന്നു ചേരുന്നുണ്ട്. അതേപോലെ തന്നെ വേണ്ടാത്ത സംസാരങ്ങൾ, ഖൗലസൂർ, വിനോദങ്ങൾ അതെല്ലാം മാറ്റിവെച്ച് നാവിനെ അദ്കാറുകളാൽ സജീവമാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള നിരവധി അദ്കാർ സ്വബാഹ്, പ്രഭാതത്തിലുള്ള ദിക്റുകൾ, പ്രദോഷത്തിലുള്ളത്, അതേപോലെ തന്നെ സ്വലാത്തുകൾ, ഫജ്ർ നമസ്കാരാനന്തരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ, അതേ രൂപത്തിലുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിക്റുകളുണ്ട്. അതെല്ലാം അധികരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു മറുവശം വേണ്ടാത്ത സംസാരങ്ങൾ, പ്രത്യേകിച്ച് ഗീബത്ത്, അത്തരത്തിലുള്ള സദസ്സ്, അതിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത്, നേരത്തെ അഡിക്ഷനെ സംബന്ധിച്ച് പറഞ്ഞു, ആ മൊബൈൽ ദയവ് ചെയ്ത് അത് മാറ്റി വെക്കുക ആദ്യം. പലപ്പോഴും ഇപ്പോൾ ഖുർആൻ പാരായണത്തിന് വേണ്ടിയല്ല മൊബൈൽ എടുക്കും, പിന്നീട് എന്തിനാണ് എടുത്തതെന്ന് പോലും ഓർമ്മയില്ലാതെ ഒരു 4-3 മണിക്കൂർ പിശാച് തട്ടിയെടുക്കുന്ന രൂപത്തിലെല്ലാം അതിലകപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമയം നീക്കി വെച്ച് അത് ദിനേന അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്ന ഞാനും നിങ്ങളും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അവസാനത്തെ 8ാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നത്, അപ്പോൾ ഇതുവരെ നമ്മൾ എണ്ണിപ്പറഞ്ഞ ആ കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാൾ പരിശീലിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ റിസൾട്ടായിട്ടാണ് 8ാമത്തെ ഒരു കാര്യം കടന്നു വരുന്നത്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, അതുവഴി അയാൾക്ക് ആ തഖ്വ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ചുള്ള ആ ഒരു സൂക്ഷ്മത അത് അയാളുടെ ഹൃദയത്തിൽ വരും. അത് അയാൾ നേടുന്നതോടുകൂടെ ആ റമദാൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ടുള്ള ആ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം ലഭിക്കാൻ അയാൾ അർഹനാവുകയാണ്. അതല്ലെങ്കിൽ അയാൾ ആ ഹൃദയ വിശുദ്ധി ആ റമദാൻ വഴി അയാൾ നേടിയെടുക്കുകയാണ്. അത്തരത്തിൽ അത് ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അപ്പോൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു, സൊല്ലി സ്വലാത്ത് മുഅദ്ദിയ, നിങ്ങൾ അവസാനത്തെ നമസ്കാരമാണ് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. സമാനമായിട്ട് റമദാനുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുന്ന സമയത്തും അപ്പോൾ നമുക്ക് തന്നെ അറിയാം, കേൾക്കുന്ന പല ആളുകളിലും കഴിഞ്ഞ റമദാനിലുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്ത് വലയത്തിലെല്ലാം പെട്ട പല ആളുകളും ഈ റമദാനിൽ അവർ നമ്മോടൊപ്പം ഇല്ലാതാവാണ്. അതേ രൂപത്തിൽ ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമദാൻ ഇതായിട്ട് മാറാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസാനത്തെ റമദാൻ നമ്മളിലേക്കും വരാനുണ്ട്. ഇത് എൻ്റെ അവസാനത്തെ റമദാനാണെന്നുള്ള ബോധ്യത്തോടു കൂടെ ആ റമദാനെ വരവേൽക്കാനും കഴിയുന്നത്ര കർമ്മങ്ങൾ അധികരിപ്പിക്കാനും സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു പാപമോചനം, ആ ഗിഫ്റ്റ് നേടിയെടുക്കാനും നമ്മളെ ഏവരും ശ്രമിക്കുക. അള്ളാഹു അത്തരത്തിൽ ആ സൗഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.